ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ഫിഷ് കറിയായിട്ടാണ് വന്നേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ഫിഷ് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിനകത്ത് വരഞ്ഞു വെച്ചിട്ടുണ്ടേ. അതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മീൻ ഇത് കിളിമീനാണ്. മീൻ ഏതായാലും പ്രശ്നമില്ല. ഫിഷ് നല്ലതുപോലെ എല്ലാം മസാലയൊക്കെ പുരട്ടി ഇതിവിടെ ഇരിക്കട്ടെ. അതേസമയമൊന്നും ഇരിക്കണ്ട, നമ്മുടെ ഈ മസാലയൊന്ന് വാട്ടും. നമ്മുടെ ഫിഷ് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇതിവിടെ ഇരിക്കട്ടെ. മസാല എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. നമ്മുടെ പാത്രം ചൂടായേ. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. നമ്മുടെ എണ്ണ ചൂടായേ. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുക് പൊട്ടട്ടെ. നമ്മുടെ കടുകെല്ലാം പൊട്ടി. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമേ. 1 ടേബിൾ സ്പൂൺ ഇല്ല, 3/4 ടേബിൾ സ്പൂണേ ഉള്ളേ. ഇതിനകത്തോട്ട് ഒരു 2-2.5 പിടി കൊച്ചുള്ളിയേ. ഇതിനകത്ത് ഒരു 2 തണ്ട് വേപ്പില അത് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. ഒത്തിരി അങ്ങ് വഴകണ്ട, ഒരു ചെറിയൊരു കളർ വ്യത്യാസം. ഇതിനകത്തോട്ട് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നമ്മളെ ഉള്ളിയെല്ലാം വാടിയേ. ഒരു 1-2 മിനിറ്റ്. ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തീ കുറയ്ക്കാം. ഒന്ന്, 2, 3 ടീസ്പൂൺ പിരിയമ്പുളക് പൊടി. ഇതെല്ലാം വറുത്ത് പൊടിച്ച പൊടിയാണ്. അതുകൊണ്ട് എണ്ണയിൽ ആ ചൂടൊന്നും അടിച്ചാൽ മതി. ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇതിലോട്ട് ഒരു 2 തക്കാളി അരിഞ്ഞതേ. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിങ്ങനെ, ചെറിയ തീയിൽ തന്നെ കിടക്കുന്നേ, ഒന്ന് വഴന്ന് കിട്ടട്ടെ. നമ്മുടെ തക്കാളി വെന്തോന്ന് നോക്കേ. തക്കാളി വെന്തേ. അതാണ് എന്താ മതി. 2-2.5 മിനിറ്റ് കിടന്നേ.
ഇനി ഇതൊന്ന് മാറ്റി വെക്കേ. ഈ മസാല ഒന്ന് തണുക്കട്ടെ. ഇനി തവ ഇങ്ങോട്ട് വെക്കാം. തീ ഒന്ന് കൂട്ടിയിടാം. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കേ. മതിയേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഇത് നല്ല തണുക്കണം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. എണ്ണ ചൂടായേ. എണ്ണ എല്ലടോന്നാക്കാം. ഇതിനകത്ത് ഈ മസാല എടുത്ത് ചെയ്ത് വെച്ചിരുന്ന ഫിഷില്ലേ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. ഭയങ്കരമായിട്ടൊന്ന് ഫ്രൈ ആയിട്ടൊന്നും കിട്ടണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഒന്ന് തണുക്കട്ടെ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കേ. അത് സമയം എടുത്തില്ലേ, ഒരു 1/2 മിനിറ്റ് പോലും എടുത്തില്ല. കാര്യം ഇത് നമുക്ക് മൊരിയൊന്നും ഫ്രൈ ആയിട്ടൊന്നും കിട്ടണ്ട. ചെറുതായിട്ടൊരു നമ്മുടെ ഫിഷെല്ലാം തിരിച്ചിട്ട് കൊടുത്തേ. മീനൊന്ന് ഇതുപോലെ തന്നെ ഒരു മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. എന്നിട്ട് തീ ഓഫാക്കി ഇടാം. നമ്മുടെ ഫിഷ് റെഡിയായേ. ഞാൻ ഇത് അണയ്ക്കുക. നമുക്ക് ഈ മസാലയും റെഡിയായി. ഇതൊന്ന് മിക്സിയിലിട്ട് ഞാനൊന്ന് അരച്ചിട്ടുണ്ട് വരെ. നമ്മൾ ഈ മീൻ ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റി ചട്ടി ഇങ്ങോട്ട് കൊടുക്കാം. ഇനി അടുപ്പ് കത്തിക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. വേണ്ട, നമ്മൾ എണ്ണ ചൂടായി അതിനകത്ത് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കേ. ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മളിപ്പോൾ അരച്ചുകൊണ്ട് വന്ന മസാലയില്ലേ, ഉള്ളിയും തക്കാളിയൊക്കെ ആയിട്ടുള്ള അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിന് വഴലുമൊന്നും വേണ്ട. കാര്യം വഴറ്റിയ മസാലയില്ലേ. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഇതിനകത്ത് വേണം. ഇത്ര മതിയേ. ഇനി ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. അത് മീൻ ഉപ്പിട്ടിട്ടുണ്ട് വറക്കാൻ നേരത്ത്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. തിളയ്ക്കട്ടെ. നമ്മുടെ അരപ്പ് നല്ല തിളച്ചേ. ഇതിൽ കുറച്ച് പിഴിപുളിയേ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ പുളി ഇടാം, കുടംപുളി. ഞാനിപ്പം പിഴിപുളിയായിരുന്നേ. കാര്യം തക്കാളി ഇട്ടിട്ടുണ്ട്, വലിയ പുളിയില്ലാത്ത തക്കാളി. അതുകൊണ്ട് 1 ടീസ്പൂൺ പിഴിപുളി ഇട്ട് കൊടുത്തേ. ഇനി ഇതിൽ
പുളി നല്ലൊന്ന് മിക്സാകട്ടെ. നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന മീനില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അധികം ഫ്രൈ ആയിട്ടില്ല. ഇതിങ്ങനെ കിടന്ന് വേവട്ടെ. പിന്നെ തീരെ ചെറിയ തീ വേണ്ടവരെ ഒരു മീഡിയം തീയിലിട്ടു. നമ്മൾ മീൻ കറി നോക്കേ. നല്ല മണം. ഒന്ന് കറക്കി കൊടുക്കട്ടെ. കാര്യം അടിയിലൊന്നും പിടിക്കില്ല. ഞാൻ പിന്നെയും തീ കുറച്ചുകൂടെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. കാര്യം ചാറ് കുറുകി വരുന്നുണ്ടേ, കണ്ടില്ലേ? ഇനി ഇതിനകത്ത് ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് ഇട്ട് കൊടുക്കേ. നല്ലൊരു ടേസ്റ്റാണ് മീനിന് ലാസ്റ്റ് പച്ചമുളക് വെച്ചിട്ട് കൊടുക്കുമ്പോൾ. ഇനി ഇതിനകത്ത് ഇത് ഇങ്ങനെ വെച്ചിട്ടേ നമുക്കിതൊന്ന് അടയ്ക്കാം. ഇന്നത് ഗ്യാസ് ഓഫാക്കേ. ഇതിങ്ങനെ ഇരിക്കട്ടെ, ഒരു 3-4 മിനിറ്റ് ഇരിക്കട്ടെ. കണ്ടില്ലേ നല്ല കിടൽ നല്ല മണമാണ്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കണ്ടില്ലേ? നല്ല കുറുകുറുള്ള മീൻകറിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ കാണിച്ചിരേ. നല്ല ഈ മീനിനകത്ത് ഉപ്പും പുളിയും എരിയും എല്ലാം നല്ല കയറിയിട്ടുണ്ടേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.